ഇന്ത്യയിലെ കാലാവസ്ഥാ നിരീക്ഷണവും മുന്നറിയിപ്പ് സംവിധാനങ്ങളും കൂടുതൽ ശക്തമാക്കുന്നതിനായി വിപുലമായ പദ്ധതികളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരുക്കുന്നത്. രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ അന്തരീക്ഷത്തിന്റെ വിവിധ ഉയരങ്ങളിലെ കാറ്റിന്റെ വേഗതയും ദിശയും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി അത്യാധുനിക റഡാർ സംവിധാനമായ വിൻഡ് പ്രൊഫൈലർ സ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാവും പുതിയ വിൻഡ് പ്രൊഫൈലറുകൾ സ്ഥാപിക്കുക. രാജ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ ശൃംഖല കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. രാജ്യത്തെ 10 പ്രധാന നഗരങ്ങളിൽ വിൻഡ് പ്രൊഫൈലർ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ IMD ആഗോള ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. അമൃത്സർ, ജയ്പൂർ, അഹമ്മദാബാദ്, പട്ന, വാരണാസി, ലക്നൌ, മോഹൻബാരി, ഭുവനേശ്വർ, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് സംവിധാനങ്ങൾ സ്ഥാപിക്കുക. വിവിധ കാലാവസ്ഥാ മേഖലകളെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇതിനായി സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പദ്ധതിക്കായി 6 കോടി രൂപയിലധികം ചെലവ് വരുമെന്നാണ് റിപ്പോർട്ടുകൾ. കരാർ ഒപ്പിട്ട തീയതി മുതൽ 18 മാസത്തിനുള്ളിൽ തന്നെ സംവിധാനങ്ങൾ സ്ഥാപിച്ച് പരീക്ഷണം പൂർത്തിയാക്കി പദ്ധതി പ്രവർത്തനക്ഷമമാക്കണമെന്നതാണ് വ്യവസ്ഥ. അന്തരീക്ഷത്തിലെ വിവിധ ഉയരങ്ങളിലുള്ള കാറ്റിന്റെ വേഗത, ദിശ എന്നിവ തുടർച്ചയായി അളക്കാൻ കഴിയുന്ന ഡോപ്ലർ റഡാർ അധിഷ്ഠിത സംവിധാനമാണ് വിൻഡ് പ്രൊഫൈലർ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലേക്ക് വൈദ്യുതകാന്തിക തരംഗങ്ങൾ അയച്ചാണ് ഉപകരണം വിവരങ്ങൾ ശേഖരിക്കുക. ഇതിലൂടെ അന്തരീക്ഷത്തിന്റെ ലംബമായ ഘടനയെക്കുറിച്ച് ഉയർന്ന റെസല്യൂഷനിലുള്ള വിവരങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കും. ഓരോ മണിക്കൂറിലും വിവിധ ഉയരങ്ങളിലെ കാറ്റിന്റെ വേഗതയും ദിശയും കൂടാതെ താപനില, ആർദ്രത തുടങ്ങിയ വിവരങ്ങളും ഈ സംവിധാനത്തിലൂടെ ശേഖരിക്കാനാകും. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ ഉയരം വരെയുള്ള അന്തരീക്ഷ വിവരങ്ങൾ ലഭ്യമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോഴിക്കോടിനും തിരുവനന്തപുരത്തിനും പുറമെ വയനാട്ടിലെ മീനങ്ങാടിയിലും പുതിയ റഡാറിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഈ വർഷം ഡിസംബറോടെ റഡാർ പ്രവർത്തന സജ്ജമാക്കാനാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രതീക്ഷ. മഴ, ശക്തമായ കാറ്റ്, ഇടിമിന്നൽ, ചുഴലിക്കാറ്റ് തുടങ്ങിയ തീവ്ര കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ രൂപപ്പെടുന്ന അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ കൂടുതൽ കൃത്യമായി മനസ്സിലാക്കാൻ പുതിയ സംവിധാനം സഹായിക്കും. ഇതിലൂടെ സൂക്ഷ്മമായ പ്രാദേശിക തലത്തിലേക്ക് പ്രവചനങ്ങളുടെ കൃത്യത ഉയർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലെ ഫ്ലാഷ് ഫ്ലഡ്, ശക്തമായ മഴ തുടങ്ങിയ സാഹചര്യങ്ങളിൽ കൂടുതൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകാനാകും. നൗകാസ്റ്റ് മുന്നറിയിപ്പുകളുടെ കൃത്യത വർദ്ധിപ്പിക്കാനാകുമെന്നതാണ് പുതിയ സംവിധാനത്തിന്റെ പ്രധാന നേട്ടങ്ങളിലൊന്ന്. മാത്രമല്ല, പുതിയ സംവിധാനത്തിലൂടെ മഴയ്ക്കുള്ള നൗകാസ്റ്റ് മുന്നറിയിപ്പ് 1 മണിക്കൂർ മുൻപേ നൽകാൻ കഴിയുമെന്നും IMD വിലയിരുത്തുന്നു. ഇത്തരം നേരത്തുള്ള മുന്നറിയിപ്പുകൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും വലിയ സഹായമാകും. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്ക് കൃത്യത വർദ്ധിക്കുന്നത് കൃഷിമേഖലയ്ക്കും വ്യോമയാന മേഖലയ്ക്കും ഏറെ നിർണായകമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.